മഴ കുറഞ്ഞതോടെ താമരശ്ശേരി ചുരത്തിൽ ചെറിയ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. വലിയ ചരക്ക് വാഹനങ്ങൾ ലക്കിടിയിലും അടിവാരത്തും നിർത്തിയിട്ടിരിക്കുകയാണ്. ബസ്സുകൾ കുറ്റ്യാടി ചുരം വഴിയാണ് സർവീസ് നടത്തുന്നത്. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാകും താമരശ്ശേരി ചുരത്തിൽ ഭാരവാഹനങ്ങൾ കടത്തിവിടുക. കമലും അതുപോലെ തന്നെ ഇംതിയാസുമുണ്ട്. കമൽ, ഇപ്പോൾ എന്താണ് സാഹചര്യമുള്ളത്? മഴ മാറി നിൽക്കുകയാണെന്ന് രാവിലെ കമൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ വാഹനം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വലിയ വാഹനങ്ങളും ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ലക്കിടിയിലും അതുപോലെ തന്നെ താഴെ അടിവാരത്തും നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ പോകാനുള്ള ഒരവസ്ഥയിലേക്ക് വരികയാണോ? അഭിലാഷ്, ജില്ലാ കലക്ടർ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ഹെവി വാഹനങ്ങൾ കടത്തിവിടുമ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദുരന്തമുണ്ടായി ഇടിച്ചിലുണ്ടായ സ്ഥലത്ത് ഒരു ട്രാഫിക് ജാം ഉണ്ടാകുന്നത് അത്ര നല്ലതല്ല. കാരണം എന്തെങ്കിലും പെട്ടെന്ന് മഴ പെയ്യുകയോ പാറ വീഴുകയോ ഒക്കെ ചെയ്താൽ അതുകൊണ്ട് ആ ട്രാഫിക് ജാം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഒരു ആശങ്ക. മറ്റൊന്ന്, ഈ ട്രക്കുകളുടെയൊക്കെ ഭാരം ലോഡാണ്. അത് രണ്ടും അതിനൊക്കെ ഒരു പരിഹാരം, അതായത് വലിയ ലോറികൾ ഒരുപക്ഷെ 10-12 വീലൊക്കെയുള്ള ടോറസ് ലോറികൾ, കണ്ടെയ്നറൊക്കെ ഒഴിവാക്കി മറ്റ് ചരക്ക് വാഹനങ്ങൾക്ക് അനുമതി കൊടുക്കുന്നതായിരിക്കാം ഒരുപക്ഷെ ഒരു സൊല്യൂഷൻ. അതുപോലെ മുഴുവൻ സമയം പോലീസിനെ നിർത്തി ഈ ഇടിഞ്ഞ സ്ഥലത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തു നിന്നും നിയന്ത്രിച്ച്, അല്ലെങ്കിൽ താഴെ നിന്നും മുകളിൽ നിന്നും നിയന്ത്രിച്ചുകൊണ്ട് ഭാരവാഹനങ്ങൾ വിടുക, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനമാണ് ഉണ്ടാകാൻ സാധ്യത. എന്തായാലും ഈ വിദഗ്ധരുടെ റിപ്പോർട്ടൊക്കെ കിട്ടിയ ശേഷം ഉച്ചയ്ക്ക് ശേഷം ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. 2 കളക്ടർമാരും പോലീസും മറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ ചേർന്ന് അതിനുശേഷമായിരിക്കും ഈ ഭാരവാഹനങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. മഴ എന്തായാലും മാറി നിൽക്കുകയാണ്. കാലാവസ്ഥ നിലവിൽ അനുകൂലമാണ്. എന്നുള്ളത് ആശ്വാസകരമാണ്. ഇംതിയാസ്, ഇപ്പോൾ കുറ്റ്യാടി ചുരം വഴിയുള്ള യാത്ര എങ്ങനെയാണ്? പക്രംതളം ഭാഗത്ത് മണ്ണിടിച്ചിലിൻ്റെ ഒരു റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭാരവാഹനങ്ങൾ അതുവഴി സുഗമമായി കടന്നു പോകുന്നുണ്ടോ? അഭിലാഷ്, കുറ്റ്യാടി ചുരത്തിലൂടെ ഇപ്പോൾ ഭാരമുള്ള വാഹനങ്ങളൊക്കെ നല്ല സുഗമമായി തന്നെ കടന്നു പോകുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അതായത് ഈ താമരശ്ശേരി ചുരത്തിൽ വലിയ പ്രശ്നമായപ്പോൾ അവിടെ ഭാരമുള്ള വാഹനങ്ങളൊക്കെ നിരോധിച്ചതോടു കൂടി കഴിഞ്ഞ 2 ദിവസമായിട്ട് കുറ്റ്യാടി ചുരം വഴി ആ രീതിയിൽ ഭാരമുള്ള ലോറികളും KSRTC അടക്കമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഉണ്ടായ കനത്ത മഴ, ഇന്നലെ രാത്രിയിലൊക്കെ ഉണ്ടായ മഴയെ തുടർന്നാണ് പക്രംതളത്തിന് സമീപവും അതുപോലെ തന്നെ കുറ്റ്യാടി ചുരത്തിൻ്റെ 5ാം വളവിലും നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഉടനെ തന്നെ ആ മണ്ണൊക്കെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് കുറ്റ്യാടി ചുരത്തിൽ അനുഭവപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ, പുലർച്ചെയായപ്പോൾ മഴയൊക്കെ പൂർണ്ണമായും മാറി നിൽക്കുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്, കുറ്റ്യാടിയിലുള്ളത്. തൊട്ടിൽപ്പാലം പോലീസൊക്കെ അവിടെ സ്ഥലത്തെത്തിക്കൊണ്ട് ഗതാഗതമൊക്കെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നുമുണ്ട്. ചുരം വഴി നല്ല സുഗമമായി തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. പക്ഷേ ഈ മഴയൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു വലിയ രീതിയിലുള്ള മഴ അനുഭവപ്പെട്ടത്. ആ രീതിയിൽ മഴയൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വീതി കുറഞ്ഞ റോഡാണ് എന്നുള്ളതിനാലൊക്കെ തന്നെ ഒരു പക്ഷേ ചുരത്തിൽ നിന്നും മണ്ണ് താഴേക്ക് ഇറങ്ങുമോ, താഴേക്ക് പതിക്കുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ അവസ്ഥയിൽ ഇപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഗതാഗതം സുഗമമാണ്. മറ്റു പ്രശ്നങ്ങൾ കുറ്റ്യാടി ചുരത്തിലില്ല. എല്ലാം വളരെ സുഗമമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് കാര്യം. അഭിലാഷ്.